നമുക്കറിയാവുന്നത് കുട്ടികൾക്കെല്ലാം മുലപ്പാൽ കൊടുക്കുന്നത് ഒക്കെ ബ്രസ്റ്റ് ഫീഡിങ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേങ്കിൽ ജോലിക്ക് പോകുന്ന പുറത്തുള്ള ആളുകളൊക്കെ ഇപ്പം കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ. ഈ മുലപ്പാൽ പാക്കറ്റിലാക്കും, അതിനുള്ള പാക്കറ്റ് കിട്ടും. അത് 6 മാസം വരെ ഫ്രീസറിൽ സൂക്ഷിക്കാം. 6 മാസം വരെ അവിടെ ഇരുന്നോളും. അപ്പോൾ അമ്മ ഇല്ലെങ്കിലും എവിടെയെങ്കിലും അവർക്ക് പോകാനുണ്ടെങ്കിൽ, ഒരു മാസമൊക്കെ പോകാനുണ്ടെങ്കിൽ അവർ 6 മാസത്തെ അത്ര അവിടെ കീപ്പ് ചെയ്തിട്ടോ അത്രയും ഇരിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഫ്രിഡ്ജിലാണെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിൽ 3-4 ഡേയ്സ് ഇരിക്കും. പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ആ പാക്കറ്റിലുള്ളത് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ 4 മണിക്കൂറും. ഇത് നമ്മൾ ഇതിലോട്ട് എടുത്ത് വെച്ചിട്ട് ഈ പാക്കറ്റിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് സിബ് ഇങ്ങനെ എയർ കളഞ്ഞിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കും. ഇപ്പം നമ്മൾ ചില സാധനങ്ങൾ നമ്മുടെ സിബ് പോലെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുന്നില്ല, അതുപോലത്തെ ഒരു ചെറിയ പാക്കറ്റ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കൊടുത്തേക്കാം, പടം കൊടുത്തേക്കാം. അപ്പോൾ ആ സിബ് പോലത്തെ ഇതാക്കി ഫ്രീസറിൽ കയറ്റി വയ്ക്കും. ഇത് പുറത്താണെങ്കിൽ ഇതിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ, സിബിട്ട് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂർ പുറത്ത് ഈ മിൽക്ക് ഇരിക്കും. ഇത് കുട്ടിക്ക് കൊടുത്താൽ മതി. അമ്മ തന്നെ വേണമെന്നില്ല. അമ്മയ്ക്ക് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുള്ളവർക്കൊന്നും ഇത് പോസിബിൾ അല്ല. പണ്ടേ ഇത് പുറത്ത് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെയുള്ളവരിപ്പോഴും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയോ പഠിച്ചവർ വെറുതെ വീട്ടിൽ ഇരിക്കുന്നതെന്നറിയോ. കാരണം ഇത് അമ്മമാരെയൊക്കെ എങ്ങനെ പറഞ്ഞ് അമ്മ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പോലും അവർ അംഗീകരിച്ച് തുടങ്ങണം. ഇനി നിങ്ങളൊക്കെ കേട്ടോ, ഇതൊക്കെ കേൾക്കുന്ന അമ്മായിയമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഇങ്ങനത്തെയൊക്കെ സംഭവമുണ്ട്. കൊച്ചിന് ഒരു ദോഷവും ഇല്ല. പ്രസവിച്ച് കഴിഞ്ഞ് അമ്മയൊക്കെ ഇല്ലാണ്ടായിപ്പോയിന്ന് കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്നില്ലേ. പ്രസവിച്ച് കഴിയുമ്പോൾ സിസേറിയൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ, ഓപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ അമ്മ വരുന്നത് വരെ ഇവർ വേറെന്തോ സാധനം കൊടുത്ത് കലക്കിയാണ് കുഞ്ഞിന് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ. അപ്പോൾ സ്വന്തം മുലപ്പാൽ തന്നെ കുഞ്ഞിന് വേണ്ടിയിരിക്കുന്നു. കുഞ്ഞിനൊരു ഇതുവരെയും പുറത്തെ പിള്ളേരൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അവരും ജീവിക്കുന്നില്ലേ. ഇതുവരെ അത് കുടിച്ചിട്ട് ഒരു മരണ റിപ്പോർട്ടൊന്നും എൻ്റെ അറിവിലില്ല. കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ട്, നിങ്ങൾ അറിയണം. ഞാൻ പടം കൊടുത്തേക്കാം ഇതിനെക്കുറിച്ചിട്ടുള്ള എന്താണ് ആ പാക്കറ്റെന്ന്, എന്താണെന്ന്, ഫ്രീസറിൽ ഇത് വെക്കണമെന്ന്. ഫ്രീസറിൽ നിന്ന് പിന്നെ പുറത്തോട്ട് ഇറക്കാൻ പാടില്ല, ഫ്രീസർ വർക്കിംഗ് ആയിരിക്കണം. ഫ്രിഡ്ജ് ചിലർ 4-5 മണിക്കൂറൊക്കെ ഓഫാക്കിയിടും. അതൊന്നും ചെയ്യக்கூടാതെ. പിന്നെ പുറത്തെ രാജ്യത്തറിയാമല്ലോ, ഫുള്ള് തണുപ്പാണ്. അതുകൊണ്ട് പിന്നെ അവർക്ക് പ്രശ്നമില്ല. നമ്മളായാലും ഫ്രീസറിൽ തന്നെ വെച്ചേക്കണം. അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പാല് കുട്ടിക്ക് കൊടുത്തേക്കണം. അത് അതുപോലെ തന്നെ ഈ പാല് നമ്മൾ മറ്റേ പാല് കാച്ചുന്ന മാതിരിയല്ല കാച്ചുന്നത്. കുട്ടിക്ക് കൊടുക്കാൻ നേരത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുട്ടിക്ക് കൊടുക്കാൻ നേരത്ത് ആ ഫ്രീസറിൽ നിന്ന് എടുത്ത് നമ്മൾ ചായ കാച്ചുന്ന മാതിരി ചായ ഇട്ട് ഇതാക്കണോനോ അങ്ങനെയല്ല കേട്ടോ. അതെങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ വെള്ളം തിളപ്പിക്കുക, അതിലേക്ക് ഈ പാക്കറ്റ് അങ്ങ് ഇടുക. ആ പാക്കറ്റ് ഇടുമ്പോൾ പതിയെ ഐസ് കട്ട വന്നോളും. ഫ്രിഡ്ജിൽ നിന്നായാലും അങ്ങനെ തന്നെ ഐസ് കട്ട മാറി റെഡിയായി വന്നോളൂ. ഐസ് മാറി കുഞ്ഞിക്ക് ചെറിയ ചൂടോടി കുഞ്ഞിന് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞ, കാരണം ബോയ്സിനൊക്കെ അറിയാമോ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ ഭാര്യമാർക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ഭാര്യ ജോലിക്ക് പോയിക്കോട്ടെ, വൈകുന്നേരം ആകുമ്പോൾ എത്തുമല്ലോ. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോവാം. അപ്പോൾ അതൊക്കെ ഈ കുട്ടികളുടെ കിഡ്സ് വിയർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഷോപ്പുകളുണ്ട്, വലിയ വലിയ ഷോപ്പുകളുണ്ട്. കിഡ്സിൻ്റെ മാത്രം ബാഗ്, അവരുടെ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അവിടെ ചോദിച്ചാൽ ഇത് കിട്ടും. ബ്രസ്റ്റ് പമ്പ് ചെയ്യുന്ന സാധനവും ഇത് വലിച്ചെടുക്കണ്ടേ, ബ്രസ്റ്റ് പമ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിലർ ചെയ്തിരിക്കും ഇതെങ്ങനെ എടുക്കുമെന്ന്. അതൊക്കെ പമ്പ് ചെയ്യുന്ന സാധനം കിട്ടും, അത് വലിച്ചെടുക്കുന്ന സാധനം കിട്ടും. എന്നിട്ട് അത് അതിലോട്ട് നിറച്ച് വയ്ക്കും. ചിലരിൽ ബോട്ടിലായിരിക്കും കേട്ടോ. ഇതല്ലാണ്ട് തന്നെ പാക്കറ്റായിട്ട് ഇപ്പോൾ ഉണ്ട്. അപ്പം അങ്ങനെ കിട്ടും. നിങ്ങളത് വാങ്ങി ഭാര്യയ്ക്ക് കൊടുക്കുക. ഭാര്യേനൊക്കെ ജോലിക്ക് പോകുന്നവർ, പഠിച്ച പിള്ളേരൊക്കെ പോയി ജോലി ചെയ്യട്ടെ. അവർ വെറുതെ ഇരിക്കരുത്, പഠിക്കുന്നവരൊക്കെ. കാരണം ഇപ്പോൾ എല്ലാവർക്കും ജോലി ഉണ്ടെങ്കിൽ മുന്നോട്ട് പോലും നടക്കുള്ളൂ. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി വേണം, ഒരുപോലെ ജോലി വേണം. എന്നാലേ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ. കുട്ടികളെ നല്ല എഡ്യൂക്കേഷൻ കൊടുത്തും ഫാമിലി ഹാപ്പി ആയിട്ട് പോകണമെങ്കിൽ രണ്ടുപേർക്കും ജോലി വേണം. അതുകൊണ്ട് അമ്മായിയമ്മേനെയും അമ്മായിച്ചനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. പണ്ട് കാലം ഓക്കെ, ഇപ്പോഴും ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ പണ്ടിതൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പോയി. ഇന്നിപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വലിയ വലിയ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും കണ്ടുപിടിച്ചു. ഇതൊക്കെ കൊണ്ട്
പെണ്ണുങ്ങൾക്ക് ഈ ഒരു 3 കൊല്ലം 2 കൊല്ലമൊക്കെ വീട്ടിൽ കുഞ്ഞിനെ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റാണ്ടാവുന്ന അവസ്ഥയല്ലേ. അതുകൊണ്ട് ഇതൊക്കെ കണ്ടുപിടിച്ചത് കൊണ്ട് അവർക്കൊക്കെ ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലും ഉണ്ട് ഇതുപോലെ, പണ്ടേ ഉണ്ട്. എൻ്റെ അറിവിൽ എനിക്കൊരു 10 കൊല്ലം മുന്നേ ഈ സംഭവം അറിയാം. അപ്പോൾ അതൊക്കെ മുന്നേ ഉണ്ട് എന്നർത്ഥം. എൻ്റെ അറിവ് ഒരു 10 കൊല്ലമായിട്ട് എൻ്റെ അറിവിലുള്ള കേട്ടോ ഈ സാധനം. പക്ഷേ എങ്കിൽ 10 അല്ല 15 കൊല്ലമായി എനിക്കറിയാം. 10 അല്ല കേട്ടോ, 15 കൊല്ലമായിട്ട് എനിക്ക് ഈ സംഭവം അറിയാം. അപ്പം അതിന് മുന്നേ ഈ സാധനങ്ങളൊക്കെ പണ്ടേ ഉണ്ടാവണം.